ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കൂന്തൽ ബിരിയാണിയുമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ സുഹൃത്തിൻ്റെ റൂമിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ട്, അത് പുള്ളി പറയും. നമ്മുടെ എന്താ പറയാ, ഒരു ക്രിക്കറ്റ് കളിച്ച് നമ്മളൊരു മീന ക്രിക്കറ്റ് ക്ലബ് ഉണ്ട്. അതിന്റെ ഒരു ജയിച്ചതിന്റെ ഒരു ചെറിയൊരു പാർട്ടിയാണ്. അബുദാബി മീന ക്രിക്കറ്റ് ക്ലബിന്റെ ഒരു കളി ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അത് ജയിച്ചതിന്റെ ഒരു ചെറിയൊരു പാർട്ടിയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഹാരിസ്ക വന്നിട്ടുണ്ട്. അപ്പം ഒരു സ്പെഷ്യൽ അല്ലെ ഹാരിസ്ക, സ്പെഷ്യൽ കൂന്തൽ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. See you. അപ്പോൾ കൂന്തൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാള വറുത്തെടുക്കണം. അതിനായി 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൊരിഞ്ഞ് വരാറാകുമ്പോൾ നമുക്ക് അല്പം ഉപ്പ് അതിന് മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ല കറക്റ്റ് മൂപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് കൂന്തളൊന്ന് വേവിച്ചെടുക്കണം. അല്പം വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ കൂന്തൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റോളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 5 സവാള നൈസാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പീനട്ട് അരച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കപ്പലണ്ടി വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്താൽ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഇനി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട്
ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂന്തൽ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെ അല്പം മല്ലിച്ചപ്പും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 6 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിയിലെ വെള്ളം വറ്റുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി റൈസിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ബീൻസും പകുതി ക്യാരറ്റ് അരിഞ്ഞതും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ നമ്മളുടെ മസാലയുടെ മേലെ ഈ റൈസ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. റൈസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അമർത്തി വെക്കരുത് റൈസിനെ. വളരെ സോഫ്റ്റായിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിന് മേലെ നമുക്ക് 6 kg ഒഴിച്ചു കൊടുക്കാം. ഇനി കുറേശ്ശെ മല്ലിച്ചപ്പും പുതിനയിലയും അരിഞ്ഞത് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇത് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് നമ്മൾ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് മേലെ 6 kg ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും നമുക്ക് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് നമുക്കിതിന് മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു 20 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ കൂന്തൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എങ്ങനെയുണ്ട് നമ്മളെ കൂന്തൽ ബിരിയാണി? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റി ബിരിയാണിയാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൈരിന് പകരം കപ്പലണ്ടി അരച്ച് ചേർക്കുക. പച്ച കപ്പലണ്ടി അരച്ച് ചേർക്കുക. അപ്പോൾ അതിലും കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളെ ഈ കൂന്തൽ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം എനിക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ബിരിയാണി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, സീ യു.